Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. What is the force between two charged spheres having charges 2 into 10 raised to minus 7 coulomb and 3 into 10 raised to minus 7 coulomb placed 30 centimeter in air? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചാർജസ് തന്നിട്ടുണ്ട് 2 into 10 raised to minus 7 and 3 into 10 raised to minus 7 coulomb. അതിനിടയിലുള്ള സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്, രണ്ട് ചാർജിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമുക്കൊന്ന് എടുത്ത് എഴുതാം. Q1 ഫസ്റ്റ് ചാർജ് എത്രയാണ്? 2 into 10 raised to minus 7. സെക്കൻഡ് ചാർജ് Q2 3 into 10 raised to minus 7. And the separation distance R is equal to 30 centimeter. That is 30 into 10 raised to minus 2 meter. Okay. Then what about the equation for the force? Force F is equal to, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്തായിരുന്നു? 1/4 pi epsilon 0 into Q1 Q2 divided by R square. Okay. So 1/4 pi epsilon 0 into Q1 Q2 divided by R square. ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 1/4 pi epsilon 0 യുടെ വാല്യൂ നമ്മൾ പഠിച്ചതാണ്. 9 into 10 raised to 9 into what about Q1? Q1 is equal to 2 into 10 raised to minus 7 coulomb. അല്ലെ? 2 into 10 raised to minus 7 coulomb into Q2 3 into 10 raised to minus 7 coulomb. 3 into 10 raised to minus 7 coulomb divided by what about R? R is equal to 30 into 10 raised to minus 2. 30 into 10 raised to minus 2 the whole square. R square means 30 into 10 raised to minus 2 the whole square. Okay. അപ്പൊ നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 9 into F is equal to 9 into 10 raised to 9 into 2 into 3 6. 6 into 10 raised to minus 14 divided by 30 square. അല്ലെ? 30 square എന്ന് പറഞ്ഞാൽ 900 into 10 raised to minus 4. Okay. Minus 4 minus 14 ലേക്ക് ക്യാൻസൽ ചെയ്തു. 10 raised to minus 10. 900 ലേക്ക് ക്യാൻസൽ ചെയ്തു. 100. ഓക്കെ, ബാക്കി അപ്പൊ എത്ര വരും? 6 ഇവിടെ ഉണ്ട്. 6 into 10 raised to, ഇവിടെ +9 ആണ്, ഇവിടെ -10 ആണ്. അപ്പൊ ബാക്കി -1 divided by 100 equal to 6 into 10 raised to, ഈ 100 മേളിലേക്ക് വരുമ്പോൾ 10 raised to minus 2 ആണ്. ഇവിടെ ഒരു -1 ഉള്ളതും കൂടെ കൂട്ടി -3. ഓക്കെ, അപ്പൊ ഫോഴ്സ് എങ്ങനെയാണ്? 6 into 10 raised to minus 3 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഈ ഫോഴ്സിന്റെ നേച്ചർ എങ്ങനെയാണ്? രണ്ട് ചാർജും പോസിറ്റീവ് ആണ്. രണ്ട് ചാർജും പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്ന റിപ്പൽ. അപ്പോ രണ്ട് ചാർജും തമ്മിൽ ഇവിടെ എന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ, so force between these two charges are repulsive and its value is equal to 6 into 10 raised to minus 3 Newton. Okay. അപ്പൊ നമ്മുടെ second question, electrostatic force on a small sphere of charge 0.4 microcoulomb due to another small sphere of charge 0.8 microcoulomb in air is 0.2 Newton. അല്ലെ? നമുക്ക് രണ്ട് ചാർജ് തന്നിട്ടുണ്ട്. 0.4 മൈക്രോകൂളും ആൻഡ് -0.8 മൈക്രോകൂളും. ഫോഴ്സ് തന്നിട്ടുണ്ട് 0.2 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു സ്പിയേഴ്സ്? രണ്ട് സ്പിയേഴ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഫോഴ്സ് ഉണ്ട്, രണ്ട് ചാർജ് ഉണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമുക്ക് എടുത്തെഴുതാം. Q1 is equal to 0.4 micro. Micro means 10⁻⁻6 coulomb. Okay. Q2 is equal to minus 0.8 into 10⁻⁻6 coulomb. Okay. What about force? Force F is equal to 0.2 Newton. Okay. We want to find out the distance R. Okay. Q1, Q2, F are known. Then which equation we can use? According to Coulomb's law, F is equal to 1/4πε0 into Q1, Q2 divided by R square. Okay. F is equal to 1/4πε0 into Q1, Q2 divided by R square. അല്ലേ? അപ്പൊ ഇനി നമുക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോഴ്സിന് പകരം 0.2 ന്യൂട്ടൺ അല്ലെ? 0.2 ഈക്വൽ ടു 1/4πε0 വാല്യൂ 9 into 10⁻9. ഓക്കെ, 9 into 10⁻9 into Q1 is equal to 0.4 into 10⁻6 into സെക്കൻഡ് ചാർജ് minus 0.8 into 10⁻6 ആണ്. പക്ഷെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുള്ളൂ. അപ്പോ 0.8 into 10⁻6 divided by R square. R square we want to find out that. Okay, R square. നമുക്ക് കണ്ടുപിടിക്കേണ്ട R square ആണ്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. R square is equal to 9 into 0.4 into 0.8 into 10⁻9 into 10⁻−12. -12. 10⁻6 into 10⁻6, that is 10⁻12 divided by 0.2. Okay. 0.2 cancel to 0.4. It's equal to 2. Right. 2 പ്രാവശ്യമല്ലേ പോവാ? Okay. For 9 into 0.8 into 2, that's equal to 1.6. Right. 2 into 0.8 is equal to 1.6 into 10⁻9, 10⁻−12 cancel ആയി പോയി. ബാക്കി എത്ര വരും? -3. ഒന്നുകൂടെ നമുക്ക് എടുത്ത് എഴുതാം. 9 into 16 ആക്കുമ്പോ ഇത് എത്ര വരും? ഒരു പോയിന്റ് പ്ലേസും കൂടെ വരുമ്പോ 10⁻−4. ഓക്കെ, R square. R square ൽ 6 കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 9 എത്ര വരും? 3. റൂട്ട് ഓഫ് 16 എത്ര വരും? 4 into root of 10⁻⁻4, that is 10⁻⁻2. ഓക്കെ, അപ്പൊ എത്രയാ വന്നത്? 12 into 10⁻⁻2 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? ഇത്രയും മീറ്റർ ആണ്. അപ്പൊ എത്രയായിട്ട് വരും? 12 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് ചാർജിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ വന്നിരിക്കുന്നത്? 12 സെന്റിമീറ്റർ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ഫിയേഴ്സ്? എത്ര വന്നു? 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് വാട്ട് അബൌട്ട് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ഫസ്റ്റ് അല്ലെ? നമ്മൾ കൂളംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായാലും Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, Q2 എന്ന് പറയുന്ന രണ്ടാമത്തെ ചാർജ് ഉണ്ട്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ Q1 Q2ലേക്ക് കൊടുക്കുന്ന ഫോഴ്സും Q2 Q1ലേക്ക് കൊടുക്കുന്ന ഫോഴ്സും എങ്ങനെ തന്നെയാണ്? സെയിം തന്നെയാണ്. ഡയറക്ഷന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 0.2 ന്യൂട്ടൺ. അപ്പൊ ഇനി ഫോഴ്സ് വല്ലതും മാറുമോ? ഇല്ല. അപ്പോ 0.2 ന്യൂട്ടൺ തന്നെയാണ് ഫോഴ്സ് അല്ലെ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0.2 ന്യൂട്ടൺ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 point charges 3 microcoulomb and -3 microcoulomb are located at 20 centimeter apart in vacuum. ഓക്കെ, വാക്വത്തില് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ചാർജസിനെ 20 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ വെച്ചിട്ടുണ്ട്. What is the electric field at the midpoint of the line joining the two charges? രണ്ട് ചാർജസിനും ഇടയിലെ മിഡ് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. 3 microcoulomb and -3 microcoulomb are separated by a distance
20 centimeter. Okay, distance between them is equal to 20 centimeter. Okay. ഇനി ഈ രണ്ടെണ്ണത്തിന്റെയും മിഡ് പോയിന്റിൽ എന്ന് വെച്ചാൽ നടുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര വരും? 10 സെന്റിമീറ്റർ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര വരും? 10 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നോക്കിയാൽ ഈ 3 മൈക്രോ കൂളംബ് ഈ +1 കൂളംബിനെ എന്ത് ചെയ്യും? രണ്ടും ഒരേ ടൈപ്പ് ചാർജ് ആണ്. സോ ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. ആ റിപ്പൽസീവ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങോട്ട് E1 അല്ലെ, +3 +1നെ അങ്ങോട്ട് റിപ്പൽ ചെയ്യാണ്. ഈ -3 മൈക്രോ കൂളംബ് ഈ +1നെ എന്ത് ചെയ്യും? അതിന്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുകയാണ് അല്ലെ. ഫോഴ്സ് എന്തുവരും? അട്രാക്റ്റീവ് ആണ്. അതിന് കറസ്പോണ്ടിങ് ഫീൽഡ് എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലെ വരിക. -3 അങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ്. അപ്പൊ നോക്കിയേ, E1ഉം E2ഉം എങ്ങനെയാണ്? സെയിം ഡിറക്ഷനിലാണ്. സെയിം ഡിറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോ വാട്ട് അബൌട്ട് ദ നെറ്റ് ഫീൽഡ്? നെറ്റ് ഫീൽഡ് ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2. E1ന്റെ വാല്യൂ എത്രയായിട്ടാ വരിക? E1 is equal to 1/4πε0 into ഫസ്റ്റ് ചാർജിനെ നമുക്ക് Q1 ആയിട്ട് എടുക്കാം. Q1 ഡിവൈഡ് ബൈ R1 സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫീൽഡിനെ നമുക്ക് 1/4πε0 into രണ്ടാമത്തെ ചാർജ് കൊണ്ടുള്ളത് കൊണ്ട് Q2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ. ഓക്കെ, ഇനി ഒന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0യുടെ വാല്യൂ 9 into 10⁻⁹. Q1ന്റെ വാല്യൂ 3 മൈക്രോ കൂളംബ് ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്. ഡിവൈഡഡ് ബൈ ഇനി R1 സ്ക്വയർ എത്രയാ? 10 സെന്റിമീറ്ററിന്റെ സ്ക്വയർ. അപ്പൊ 10 into 10⁻⁻2 the whole square. മീറ്റർ ആക്കി. പ്ലസ് ഇവിടെയും എന്ത് വരും? 1/4πε0യുടെ വാല്യൂ 9 into 10⁻⁹. Q2 എന്ന് പറയുന്നത് 3 മൈക്രോ കൂളംബ് ആണ്. പക്ഷെ നമ്മൾ എന്ത് എടുക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ എത്ര വരും? 3 into 10⁻⁻6 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്ര വന്നു? 10 into 10⁻2 the whole square. ഓക്കെ, ഫോഴ്സ് കാണുമ്പോഴും ഫീൽഡ് കാണുമ്പോഴും നമ്മൾ ചാർജിന്റെ സൈൻ കൺസിഡർ ചെയ്യില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ ഈ രണ്ടെണ്ണവും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരേ വാല്യൂസ് ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് 2 ടൈംസ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ 2 ടൈംസ് 9 into 10⁻9 into 3 into 10⁻⁻6 divided by 10ന്റെ സ്ക്വയർ 100, 10⁻⁻2ന്റെ സ്ക്വയർ -4. ഓക്കെ, അപ്പൊ ഇത് എത്ര വരും? 9 into 3 27, 27 into 2 54. അപ്പൊ 54 into 10⁻². 10⁻⁻4 10⁻⁻6ലേക്ക് ക്യാൻസൽ ചെയ്തു പോയി. അപ്പൊ -2 അല്ലെ. -2 ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ 10⁻7. ഇവിടെ 100 10⁻7ലേക്ക് ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര വരും? 10⁻5. ഓക്കെ, അപ്പൊ 10⁻5. ഓക്കെ, നമുക്ക് ഫീൽഡ് ആണ്. ഫീൽഡ് ആവുമ്പോ അതിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫീൽഡ് എത്രയാന്നുള്ളത് കിട്ടി. ഫീൽഡിന്റെ ഇക്വേഷൻ എത്രയാണ്? 54 into 10⁻5 ന്യൂട്ടൺ പെർ കൂളും ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 1.5 into 10⁻9 കൂളും placed at this point, what is the force experienced by this test charge? Okay, നമ്മുടെ ഈ +1 കൂളംബിനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാണ്? മൈനസ് നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. -1.5 into 10⁻9 കൂളംബ് അവിടെ വെക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് മാറ്റി വെക്കാം. -1.5 into 10⁻9 കൂളം ചാർജ് അവിടെ വെച്ചു. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ what is the force experienced by this test charge? ആ ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ നമ്മൾ 3 ചാർജില് ആദ്യത്തെ ചാർജിന് Q1 ആയിട്ടും രണ്ടാമത്തെ ചാർജിന് Q2 ആയിട്ടും മൂന്നാമത്തെ ചാർജിന് നമ്മൾ എന്തെടുത്തു? Q3 ആയിട്ടും എടുത്തു. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്നാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം.
ഈ 3 മൈക്രോ കൂളംബ് ഈ -1.5 into 10⁻⁻9 കൂളംബിനെ എന്ത് ചെയ്യാം? ഇത് രണ്ടും ഓപ്പോസിറ്റ് ടൈപ്പ് ആണ്. സോ ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ചാർജിനെ ഈ 3 ചാർജ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാണ്? ഫോഴ്സ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് F1. ഇനി -3യും -1.5 തമ്മിൽ എങ്ങനെയായിരിക്കും? ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണല്ലോ. രണ്ടും ഒരേ ടൈപ്പ് ആണ്. അപ്പോ റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ആ റിപ്പൾസീവ് ഫോഴ്സ് -3 1.5നെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യാണ്. ദാറ്റ് റിപ്പൾസീവ് ഫോഴ്സ് ഈസ് F2. ഇവിടെയും രണ്ട് ഫോഴ്സും എങ്ങനെയാണോ ഒരേ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? നമുക്ക് ചുമ്മാ ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ F net is equal to എങ്ങനെ എഴുതാം? F net is equal to F1 plus F2. ഇനി നമുക്ക് F1 എന്താണെന്നും F2 എന്താണെന്നും എഴുതാം. F1 എന്ന് പറയുന്നത് Q1നും Q2നും ഇടയിലുള്ള ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? 1/4πε0 into Q1 Q2 divided by R square plus what about F2? F2 എന്ന് പറയുന്നത് Q3ക്കും Q2നും ഇടയ്ക്കുള്ള ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം 1/4πε0 into Q2 Q3 divided by R square. ഓക്കെ, ഇനി വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0യുടെ വാല്യൂ 9 into 10⁻9. Q1ന്റെ വാല്യൂ 3 മൈക്രോ ആണ്. അപ്പൊ 3 into 10⁻6. Q2 എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെ, ഇതാണ്. മൈനസ് സൈൻ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് എടുക്കില്ല? മൈനസ് സൈൻ എടുക്കില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുള്ളൂ. 1.5 into 10⁻9 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 into 10⁻2 the whole square പ്ലസ് ഇവിടെ 1/4πε0യുടെ വാല്യൂ 9 into 10⁻9. What about Q2? Q2ന്റെ വാല്യൂ എത്രയാണ്? 1.5 into 10⁻9 into Q3. Q3 is equal to 3 into 10⁻6. മൈക്രോ എന്ന് പറയുന്നത് 10⁻6 ആണ്, ഓർത്തിരുന്നോണം. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? 10 into 10⁻2 the whole square. ഓക്കെ, രണ്ട് ടേമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വാല്യൂസ് എല്ലാം എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് 2 times എഴുതി ചെയ്യാണ് എളുപ്പം. അപ്പൊ എന്ത് ചെയ്യാം? 2 into 9 into 10⁻9 into 3 into 10⁻6 into 1.5 into 10⁻9 divided by 100 into 10⁻2 -4 അല്ലെ, -2ന്റെ സ്ക്വയർ -4. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, 10⁻9 -9 തമ്മിൽ ക്യാൻസൽ ആയി പോയി. ബാക്കി 9 into 2 18 into 3 into 10⁻6 ഉണ്ട് into 1.5. അപ്പൊ 3 into 1.5 is equal to 4.5 into 10⁻6 divided by 100 into 10⁻4. or 100 into 10⁻4. ക്യാൻസൽ ചെയ്തു. 10⁻2 എന്ന് കിട്ടി. പിന്നെ 100 മേളിലേക്ക് വരുമ്പോ 10⁻2 അത് എത്ര ആയിക്കോളും? -4 ആയിക്കോളും. -2 -4 ആയി. അപ്പൊ എത്ര വരും? 18 into 4.5 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര വരും? 81 into 10⁻4. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയായിട്ടാ വരിക? ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എത്ര വന്നു? ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് അറ്റ് ദ -1.5 into 10⁻9 കൂളംബ് എത്ര വന്നു? 81 into 10⁻4 ന്യൂട്ടൺ ആണ്. ഓക്കെ, രണ്ടും ഏത് ചാർജിന്റെ അടുത്തേക്കാണ്? 3 മൈക്രോ കൂളം ചാർജിന്റെ അടുത്തേക്കാണ് ആ ഫോഴ്സ് വരിക. ഓക്കെ, അപ്പൊ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ചോദിച്ചാലും പറയാം. ഓക്കെ, നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനില് a system of two charges 2.5 into 10⁻7 coulomb and -2.5 into 10⁻7 coulomb are located at the point 0, 0, -15 and 0, 0, +15 respectively. അല്ലെ, അപ്പൊ രണ്ട് ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് ചാർജിനെയും ഇവിടെ നോക്കിക്കേ, 0, 0, -15 ഉം 0, 0, +15 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ആക്സിസിലായിരിക്കും?
ഇസഡ് ആക്സിസ് അല്ലെ, കോർഡിനേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇസഡ് ആക്സിസിലാണ്. ഫൈൻഡ് ദ ടോട്ടൽ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദി സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചാർജിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ആക്സിസിനെ നമുക്ക് ഇസഡ് ആക്സിസ് ആയിട്ട് എടുക്കാം. ഇത് മൈനസ് ഇസഡ് ഡിറക്ഷൻ, ഇങ്ങോട്ട് പ്ലസ് ഇസഡ് ഡിറക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 2.5 into 10⁻⁻⁷ കൂളം ചാർജിനെ പ്ലേസ് ചെയ്തു. എത്ര സെന്റിമീറ്ററില്? -15 സെന്റിമീറ്ററില്. ഇവിടെ +15 സെന്റിമീറ്ററില് നമ്മൾ എന്ത് ചാർജിനെ പ്ലേസ് ചെയ്തു? -2.5 into 10⁻⁻7 ചാർജിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ചാർജസ് ആണ് സെപ്പറേറ്റഡ് ബൈ എ സർട്ടൻ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരും? ഇത് 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതും 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 30 സെന്റിമീറ്റർ. അപ്പൊ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ഡൈപോൾ ആണ്. ഓക്കെ, അപ്പൊ ഡൈപോളിന്റെ നെറ്റ് ചാർജ് എന്താണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. What about net charge? Net charge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 plus Q2. ചാർജ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സൈൻ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ 2.5 into 10⁻⁻7 പ്ലസ് എന്ത് ചെയ്യും? -2.5 into 10⁻⁻7. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. അപ്പൊ നെറ്റ് ചാർജ് എത്ര വന്നു? നെറ്റ് ചാർജ് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 of the charge into distance between them അല്ലെ? അപ്പൊ 1 of the charge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എത്രയാണ്? 2.5 into 10⁻⁻7. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2L. എത്ര വരും? 30. ഓക്കെ, 30 സെന്റിമീറ്റർ 10⁻⁻². ഓക്കെ, ഇവിടെ 2 into L എന്ന് എഴുതരുത്. അപ്പൊ 2Lന്റെ വാല്യൂ മൊത്തത്തിലാണ് 30 into 10⁻². ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരും? 2.5 into 30 എന്ന് പറയുന്നത് എത്രയാണ്? 75 into 10⁻⁻9. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം മീറ്റർ. ഓക്കെ, അപ്പോ എത്ര കിട്ടി? 75 into 10⁻⁻9 കൂളം മീറ്റർ ആണ് നമ്മുടെ എന്ത്? ഡൈപോൾ മൊമെന്റ്. നെറ്റ് ചാർജ് എത്ര വരും? 0. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, an electric dipole with dipole moment 4 into 10⁻⁻9 coulomb meter. Okay, dipole moment is given. Dipole moment P is equal to 4 into 10⁻⁻9 coulomb meter. Is aligned at 30 degree with the direction of uniform electric field. അപ്പൊ അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, ആൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. E is equal to എത്രയാണ് തന്നിരിക്കുന്നത്? 5 into 10⁻⁴. അതും തന്നിട്ടുണ്ട് അല്ലെ, ന്യൂട്ടൺ പെർ കൂളും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക്. ടോർക്കിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ടോർക്കിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോർക്ക് എത്ര വരും? ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, PE sin θ. കണ്ടോ, ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 into 10⁻⁻9. ഇലക്ട്രിക് ഫീൽഡ് എത്ര വന്നു? 5 into 10⁻⁴. ഓക്കെ, into sin θ, sin 30 is equal to 5 into 4 20 into 10⁻⁻, എത്ര വരും? -9 into 10⁻⁴. It's equal to 10⁻⁻5. sin 30 1/2. എത്ര വന്നു? 10 into 10⁻⁻5. ഓക്കെ, ടോർക്കിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ടോർക്ക് എത്രയാന്ന് കണ്ടുപിടിക്കാൻ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. തീറ്റ ആംഗിളും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ കിട്ടും 10 into 10⁻⁻5. Okay, I think this topic is clear for you. If you like this video, please subscribe and enable the bell button.